ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണന് പകരം ഉണ്ണി വീൽ ചെയറിൽ വരുന്നത് കണ്ട് ഞെട്ടിപ്പോവാണ് കരുണ. എന്താണ് സംഭവിച്ചത് എന്ന് ദുർഗയും കരുണയും മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിയൊന്നും പറയുന്നില്ല. ഇതേ സമയം തന്നെ കണ്ണൻ കാറിൽ നിന്നിറങ്ങി നടന്നു വരുന്നത് കണ്ട് സ്തബ്ധയായിട്ട് നിന്ന് പോവാണ് കേട്ടോ കരുണ. എന്തായാലും ദുർഗയ്ക്ക് ആ ഒരു കാഴ്ച കണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. തുടർന്ന് നീ നടന്നു തുടങ്ങിയോ മോനെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ നടന്നു തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയെന്നും ഇതുവരെ ആ ഒരു സത്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഇവൻ ഞാൻ നടക്കുന്നത് കണ്ടു, അതോടെ അഭിനയം വേണ്ട എന്ന് കരുതിയെന്നും കണ്ണൻ പറയുന്നത് കേട്ട് തകർന്ന് തരിപ്പണാവാണ് കരുണ. തുടർന്ന് ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചതെന്ന് കരുണ ചോദിക്കുമ്പോൾ അതിന് ഇത് മാർക്കോ ഇവന് കൊടുത്ത സമ്മാനമാണെന്നും അതിന് കാരണമുണ്ട്. AC-യിൽ വിഷവാതകം കടത്തിവിട്ട് എന്നെ കൊലപ്പെടുത്താനായിട്ട് ഇവൻ പറഞ്ഞു വിട്ട 2 പേർ ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്നും അത് തിരിച്ചറിഞ്ഞ് മാർക്കോ കൊടുത്ത സമ്മാനമാണിത്, അമ്മയുടെ മരുമകൾക്കും എല്ലാം അറിയാമെന്നുകൂടി കണ്ണൻ പറയുന്നത് കേട്ടതോടെ ദുർഗയുടെ രക്തം തിളച്ചു പോകുന്നുണ്ട്. അങ്ങനെ കണ്ണൻ നടന്ന വിവരം അവസാനം കരുണയും അറിഞ്ഞിരിക്കുന്നു. തുടർന്ന് അമ്മയെ ഒഴിവാക്കി ഇവൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് വഴിക്ക് വെച്ച് എന്നെ കൊലപ്പെടുത്താം എന്നൊരു തന്ത്രം മനസ്സിൽ കണ്ടിട്ടാണെന്നും ഗതികെട്ടാണ് ഞാൻ കാറിൽ നിന്നും ഇറങ്ങിയത് എന്നും കണ്ണൻ പറയുന്നുണ്ട്. ഏതായാലും ഉണ്ണിയുടെ അക്രൂരത തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ, അതുമാത്രമല്ല കരുണയ്ക്കും എല്ലാം അറിയാമായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ദുർഗയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് അമ്മയ്ക്ക് ഇതിൽ ഒരു പങ്കുമില്ല മോനെ എന്ന് ദുർഗ പറയുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ മനുഷ്യരുടെ സ്വഭാവമല്ലേ, അത് മിനിറ്റുകൾ വെച്ച് മാറും എന്ന് പറയുമ്പോൾ എന്തായാലും മോൻ നടന്നു തുടങ്ങിയില്ലേ, അതിലമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ടെന്ന് ദുർഗ പറയുമ്പോൾ എല്ലാം തോമസ് സാറിൻ്റെ കൃപ കൊണ്ടാണെന്നും പിന്നെ മാർക്കോയെയും അനന്തുവിനെയും പോലുള്ള കൂടപ്പിറപ്പുകളുടെ സഹായം, ഒരേ രക്തമായിരുന്നിട്ടും ഉണ്ണി എന്നെ കൊല്ലാൻ നടക്കുകയാണ്. കാലിന് ചലനശേഷി കിട്ടിയതിന് ശേഷമാണ് ഞാൻ മഹിയുമായിട്ട് ദാമ്പത്യബന്ധം തുടങ്ങിയത്. അങ്ങനെ അയാൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ആ കുഞ്ഞ് മറ്റാരുടേതൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്തുമാത്രം അയാളെ അധിക്ഷേപിച്ചു, എന്നെങ്കിലും ഇതെല്ലാം തിരിഞ്ഞുകൊത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ലക്ഷ്മിയെ പോലെ നല്ലൊരു പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകൂ. കരുണയെപ്പോലുള്ള ഒരുത്തി കാരണം ഉണ്ണിയുടെ ആയുസ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ണനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കി നടന്ന ആളാണ് ഉണ്ണി. അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ണി ഇപ്പോൾ വീൽ ചെയറിലായി മാത്രമല്ല കണ്ണൻ നടക്കാനും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ കരുണ. നിങ്ങൾ വീൽ ചെയറിൽ വരുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ചെറിയൊരു ഞെട്ടലുണ്ടായി, പക്ഷേ കണ്ണൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ സന്തോഷമാണ് ഉണ്ടായത്. അവർക്കിപ്പോൾ അയാളെയാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കരുണ. തന്നെ കട്ടിലിൽ ഇരിക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ടെങ്കിലും കരുണ ഉണ്ണിയെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല വീണ്ടും കൊച്ചാക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കയറിയപ്പോൾ ഭയങ്കര അഹങ്കാരമായിരുന്നു എനിക്കുണ്ടായത്, പക്ഷേ എൻ്റെ ജീവിതം സമ്പൂർണ്ണ പരാജയമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ലക്ഷ്മിക്കിപ്പോൾ എല്ലാം ഉണ്ട്, ആകെ ഉണ്ടായിരുന്ന കുറവ് എന്ന് പറയുന്നത് കണ്ണൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ആ തളർച്ചയും മാറി നല്ലൊരു കുടുംബജീവിതമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. തുടർന്ന് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണിയെ സഹായിക്കാനൊന്നും നിൽക്കാതെ കലുതുള്ളി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കരുണാലയത്തിലേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. കരുണയെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് ദുർഗ. നിനക്ക് എങ്ങനെ തോന്നിയടി ഈ ചതിക്ക് കൂട്ടു നിൽക്കാൻ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് കണ്ണൻ മോനെയും ലക്ഷ്മി മോളെയും വേദനിപ്പിക്കുന്നവർക്ക് അതിൻ്റെ തിരിച്ചടികൾ കിട്ടുമെന്ന്. ലക്ഷ്മി മോളുടെ നന്മയും പ്രാർത്ഥനയും കൊണ്ടാണ് കണ്ണൻ മോൻ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞത്. നീയോ എൻ്റെ മോനെ പറഞ്ഞു തിരുത്തി നേർവഴിക്ക് നടത്തേണ്ടതിന് പകരം അവൻ്റെ ക്രൂരതകൾക്ക് കൂട്ടു നിൽക്കുകയല്ലേ. നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നിൻ്റെ അച്ഛൻ്റെ വിത്തല്ലേ നീ. അയാളുടെ കൊലയാളികളുടെ മനസ്സ് തന്നെയാണ് നിനക്കും. തുടർന്ന് നീ നിൻ്റെ മുത്തശ്ശിയെ കാണാൻ പോകാൻ ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കരുണയുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നീ നിൻ്റെ എല്ലാമായ മുത്തശ്ശിയോട് ചെന്ന് പറ, നിന്നെ ഞാൻ ഇവിടെ നിന്ന് തല്ലിയിറക്കിയെന്ന്. ഇനി നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിൻ്റെ മുഖം കാണുന്നത് തന്നെ ഇനി വെറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കരുണയ്ക്ക് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് കേട്ടോ ദുർഗ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇവളൊന്നും ഒരു കാലത്തും നന്നാവില്ല അമ്മേ, അത്രയ്ക്ക് വലിയ വിഷമാണ് ഇവളുടെ ഉള്ളിൽ ഇവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് കുത്തി നിറച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ കരുണയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. കരുണ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വന്നത്. ഇനി അപമാനം സഹിച്ച് ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയും കലിതുള്ളി ഇറങ്ങി പോകുന്നുണ്ട്.
പിന്നീട് ദുർഗ ഉണ്ണിയുടെ മുറിയിലെത്തുന്നു. നിന്റെ ഭാര്യ എന്ന് പറയുന്ന രാക്ഷസിയെ ഞാൻ ഇവിടെ നിന്നും തല്ലിയിറക്കി. ഇനി അവൾ അവളുടെ മുത്തശ്ശിയുടെ കൂടെ തന്നെ നിന്നാൽ മതി. അല്ലെങ്കിൽ അവളായിരിക്കും ഇനി കണ്ണൻമോൻ്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ കലർത്തി കൊടുക്കാൻ പോകുന്നത്. നിനക്ക് എങ്ങനെ മനസ്സ് വന്നിടാ ഉണ്ണി സ്വന്തം ചേട്ടൻ്റെ തന്നെ ജീവൻ എടുക്കാൻ? കണ്ണൻമോനെയും ലക്ഷ്മി മോളെയും ഇല്ലാതാക്കാൻ നോക്കിയ പ്രതാപനും വാമദേവൻ്റെയും മേഘൻ്റെയൊക്കെ അവസ്ഥ നീ കണ്ടതല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മ ഒന്നും പറഞ്ഞ് എന്നെ തടയാനൊന്നും നോക്കണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു അവസരം ഞാൻ ഉണ്ടാക്കും അയാളെ കൊല്ലാനായിട്ടെന്ന് ഉണ്ണി പകയോടുകൂടി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് വിഷം തന്നു കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കും. കണ്ണൻ നടന്നു തുടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാണ്. കാരണം ആ വാമദേവൻ്റെ വാക്ക് കേട്ട് ഞാൻ മരുന്ന് മാറ്റി വെച്ചില്ലായിരുന്നുവെങ്കിൽ കണ്ണൻ മോൻ എന്നേ നടന്നു തുടങ്ങിയേനെ. അതിൻ്റെ ഒരു കുറ്റബോധം എന്നും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കണ്ണൻ മോൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ അതെല്ലാം മാറിക്കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ചങ്ക് പൊട്ടി കരയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കരുണാലയത്തിലെത്ത് മുത്തശ്ശിയെ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. ദുർഗ എന്നെ അവിടെ നിന്നും തല്ലി ഇറക്കിയെന്നും ഇനി ഞാൻ അവിടേക്ക് തിരിച്ചു പോകില്ല എന്നും വാശിയോടെ കരുണ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്